പരേതാത്മാക്കളും ഗൾഫിലുള്ളവരുമൊക്കെ വോട്ട് ചെയ്തപ്പോൾ തോറ്റുപോയ ഒരു സ്ഥാനാർത്ഥിയാണ് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. 2016 മഞ്ചേശ്വരത്ത് ബി.ജെ.പി നേതാവ് വെറും 82 വോട്ടുകൾക്കാണ് തോറ്റുപോയത്. ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഹർജിയുമായി സുരേന്ദ്രൻ കോടതിയിൽ പോയിട്ട് അവിടെ ജയിച്ച സ്ഥാനാർത്ഥി മരിക്കുന്നവരെ അതിനുശേഷവും ആ കേസിൽ തീരുമാനമുണ്ടാകാതിരുന്നപ്പോഴാണ് സുരേന്ദ്രൻ ഹർജി പിൻവലിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ തയ്യാറായി. NRC നടപ്പാക്കിയപ്പോൾ മുതൽ വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വിമർശനങ്ങളുടെ മുൾമുനയിലേക്ക് കൊണ്ടെത്തിച്ചത് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. NRC ബീഹാർ എന്ന സംസ്ഥാനത്ത് നടപ്പാക്കിയപ്പെട്ടപ്പോൾ, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കപ്പെട്ടപ്പോൾ, ബീഹാറിൽ SIR നടപ്പാക്കിയപ്പോൾ മുതൽ 25 ലക്ഷം മരിച്ച ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റി. 35 ലക്ഷം പേർ ആ ബീഹാർ സംസ്ഥാനത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചവരാണ്. ബീഹാറികളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഡൽഹിയിൽ വലിയൊരു ജനസംഖ്യയുണ്ട്, അപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടാവാം. അപ്പോൾ തൊഴിൽ സംബന്ധമായും മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി 35 ലക്ഷം പേരായിരുന്നു വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 7 ലക്ഷം പേരോളം ഇരട്ട വോട്ടുള്ളവരുണ്ടായിരുന്നു. ഇങ്ങനെ വോട്ടർ പട്ടികയിലെ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടപ്പാക്കിയപ്പോൾ ഇതിനെതിരെ പ്രതിപക്ഷ സഖ്യം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അവരുടെ വാദഗതിയെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യമാണ് പറഞ്ഞത്: വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ മുഴുവൻ ആളുകളുടെ പേരുകളും വെബ്സൈറ്റുകളിലും പത്രങ്ങളിലും പ്രസിദ്ധപ്പെടുത്തണം. അതൊരു ന്യായമായ ആവശ്യമാണ്. അത് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് അതിൻ്റെ വിശ്വസ്തത ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇനി മരിച്ചു എന്ന് പറയുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് തിരിച്ചു ചേർക്കാനുള്ള അവസരം ഉണ്ടാവും. ഈ സംസ്ഥാനത്ത് ബീഹാറിൽ ഇല്ല എന്ന് പറഞ്ഞ് ബീഹാറിന് പുറത്തേക്ക് പോയ ഒരാൾക്ക് തിരിച്ചു വന്ന് അയാളുടെ വോട്ട് ചേർക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇരട്ട വോട്ടുള്ള ആൾക്ക് അങ്ങനെ ഇല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു അവസരമുണ്ട്. നമ്മുടെ പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ബംഗ്ലാദേശും ബംഗാളും തമ്മിലുള്ള അതിർത്തി, ഈ ജനങ്ങൾ തമ്മിൽ രൂപത്തിലോ ഭാവത്തിലോ ഭാഷയിലോ ഒന്നും വ്യത്യാസമില്ല. ബംഗ്ലാദേശിൽ നിന്ന് തൊഴിൽ തേടി കൊൽക്കത്തയിലേക്കും മുർഷിദാബാദിലേക്കുമൊക്കെ വന്ന വലിയൊരു സംഖ്യ ആളുകൾ ആ പ്രദേശത്തെ ജനങ്ങളുമായി ചേർന്ന് അവിടെ വർഷങ്ങളായി താമസിച്ച് അവിടെ വിവാഹം കഴിച്ച് ഇന്ത്യൻ രേഖകൾ സംഘടിപ്പിച്ച് ഇന്ത്യൻ വോട്ടർമാരുടെ ആനുകൂല്യങ്ങളും ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് വിനിയോഗിക്കുന്ന അതിൻ്റെ പൗരന്മാരുടെ ക്ഷേമത്തിനാണ്. പക്ഷേ ഇങ്ങനെ കുടിയേറുന്ന വിദേശികൾക്ക് വേണ്ടി, അത് ഡൽഹിയിലേക്ക് കുടിയേറി വിട്ട് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മ്യാൻമാറിൽ നിന്നൊക്കെ കുടിയേറി വരുന്ന ഈ ആളുകളെയൊക്കെ സംബന്ധിച്ച് അവരെ തീറ്റിപ്പോറ്റേണ്ട ഒരു ബാധ്യത നമ്മുടെ സമ്പത്ത് ചെലവഴിക്കേണ്ടില്ല. രണ്ടാമത്തെ വിഷയം സുരക്ഷാപരമായ പ്രശ്നങ്ങളാണ്. നമ്മുടെ രാജ്യത്തേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ കുടിയേറിയ ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്ന ഒരു പ്രക്രിയ, അത് ജാർഖണ്ഡിലായാലും ഉത്തരാഖണ്ഡിലായാലും ബീഹാറിലായാലും പശ്ചിമ ബംഗാളിലായാലും നടപ്പാക്കപ്പെടണമെന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യമാണ്. ഇപ്പോൾ അതിനുള്ള പരിശ്രമങ്ങൾ ആസാമിലെ BJP സർക്കാർ വളരെ ശക്തമായി നടപ്പാക്കുന്നുണ്ട്. ജനസംഖ്യാ ദൗത്യവും NRC ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ, ഇപ്പോഴത്തെ RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ഇങ്ങനെ തുടർന്നാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും. തെരഞ്ഞെടുപ്പ് എന്നൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചാൽ പങ്കാളിയാവേണ്ട അവൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ ലംഘിക്കുമെന്ന് പറയുന്നത് തുല്യമല്ലേ? ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് തേജസ്വി യാദവ് പറയുന്നുവെങ്കിൽ ബീഹാറിൽ മരിച്ചവരുടെ 25 ലക്ഷം വോട്ടുകൾ, അതിൽ കുറേയൊക്കെ പോൾ ചെയ്യപ്പെടുന്ന വ്യാജ വോട്ടായി പോൾ ചെയ്യുന്ന സാഹചര്യം മുമ്പ് അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ബീഹാറിന് പുറത്ത് താമസിക്കുന്ന 35 ലക്ഷത്തോളം വോട്ടർമാർ അവിടെ വന്നാലും വന്നില്ലെങ്കിലും അവിടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഒരുപക്ഷെ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ ഇതുണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി ഒരു വലിയ ബോംബ് പൊട്ടിക്കുമെന്നാണ്, ആറ്റം ബോംബ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പൊട്ടിച്ച ബോംബിന് മറുപടി കൊടുത്തത് കർണാടകയിലെ മന്ത്രിയായ രാജനെയാണ്. നമ്മളൊരു വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് ചേർക്കുന്നത്? നമ്മളെങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ഒരിക്കലെങ്കിലും പ്രൊസീജിയറിൻ്റെ ഭാഗമായ ആളുകൾക്കറിയാം. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ നമ്മുടെ അപേക്ഷ വയ്ക്കുന്നു. നമ്മുടെ അപേക്ഷ വെരിഫൈ ചെയ്യേണ്ടത് BLO, ബൂത്ത് ലെവൽ ഓഫീസർമാരെന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളാണ്.
ആ BLOമാർ രേഖകൾ പരിശോധിച്ച് ഈ വോട്ടർ പട്ടികയിൽ ആ പ്രദേശത്ത് ചേർക്കാനുള്ള യോഗ്യതയുള്ള ആളാണെന്ന് കണ്ടാൽ, അയാൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, അയാളുടെ മാതാപിതാക്കളോ കുടുംബത്തിലെ അംഗങ്ങളോ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ട്, അയാൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യുന്ന രേഖകൾ. ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി പഞ്ചായത്തിലെ പ്രത്യേക അതിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനെ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ്. ഈ കരട് വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ BLAമാരുണ്ട്, ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ. എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യയിലെ എല്ലാ ബൂത്തുകളിലും ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുണ്ട്. അപ്പോൾ ഈ വോട്ടർ പട്ടികയിലെ വോട്ടുകൾ ഈ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ പരിശോധിച്ച ശേഷം ആ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്ക് അതിൽ ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കണമെന്ന് അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അപേക്ഷ നൽകുമ്പോൾ ആ ആളുകൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഹാജരായി അവരുടെ ഹിയറിങ്ങിന് ഹാജരായി അവരുടെ ന്യായം പറയാൻ അവസരമുണ്ട്. ഇത്രയും സുതാര്യതയോടെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന ഒരു സ്ഥലം നമുക്കുണ്ടാവില്ല. നമ്മൾ നമ്മുടെ നാട്ടിലെ കാര്യം നോക്കി വേറെ കൂടി പോകേണ്ട ആവശ്യമില്ല. ഈ ചോദ്യമാണ് കർണാടകത്തിൽ രാജിവെച്ച മന്ത്രി രാജനെ ചോദിച്ചത്. കർണാടകയിലെ മഹോദയപുരം എന്ന സീറ്റിൽ കർണാടക സൗത്തിലെ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇങ്ങനൊരു വിഷയം പറയുമ്പോൾ അവിടെ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർണാടക കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ സ്വാധീനം വളരെ വലുതായിരിക്കും. അവർക്ക് ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാവും. ആ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ എന്തുകൊണ്ട് ഇതിൽ ഇടപെട്ടില്ല? അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് തൃശ്ശൂരാണ്. കേരളത്തിലെ 20 ലോകസഭാ മണ്ഡലങ്ങളിൽ ഇവർ തർക്കം പറയുന്നത് ഇപ്പോൾ തൃശ്ശൂരാണ്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്ക് മൂവാറ്റുപുഴ വോട്ടുണ്ട്, പെരുമ്പാവൂരും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രായമംഗലം പഞ്ചായത്തിലും മൂവാറ്റുപുഴ മാറാനി മഞ്ചിരിപ്പടി ബൂത്തിലും പാലക്കുഴ മൂവാറ്റ നിയോജകമണ്ഡലത്തിൽ പാലക്കുഴയിൽ വോട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ചില MLAമാർക്ക് വേറെ പല സ്ഥലങ്ങളിലും വോട്ടുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു 6 മാസം ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഏതൊരാൾക്കും ഒരു വീട്ട് ഉണ്ടെങ്കിൽ, വീടെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീട് വേണ്ട, വാടക വീടായാലും മതി, സ്വന്തമായി വീട് ഉള്ളവർക്ക് മാത്രമല്ല ഇന്ത്യയിൽ വോട്ടുള്ളൂ, ആർക്ക് വോട്ട് ചെയ്യുക. അങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ സുരേഷ് ഗോപി എന്ന 4,12,000 ആളുകൾ വോട്ട് ചെയ്ത് ജയിച്ച സ്ഥാനാർത്ഥി കള്ളവോട്ട് കൊണ്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ? അപ്പോൾ ഈ BLOമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ ഏജൻറ്റുമാർ CPI സ്ഥാനാർത്ഥിയായ സുനിൽ കുമാറിനെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP വോട്ട് ചേർക്കാൻ സഹായിച്ചു. പ്രസക്തമായൊരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് ഇവിടെ CPIയും ഒക്കെ ഉത്തരം പറയുന്നു. ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജയത്തെ അംഗീകരിക്കാൻ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പൂരം കലക്കി എന്നാണ് പറഞ്ഞത്. പൂരം കലക്കി എന്ന ഈ വർഷം രണ്ടാമത്തെ പൂരം അതിഗംഭീരമായിട്ട് നടന്നു കഴിഞ്ഞു. എപ്പോഴും അവരുടെ മൂന്നാമത്തെ കാരണം ഇപ്പോൾ ഒരു കണ്ടുപിടിച്ചിരിക്കുകയാണ് വോട്ടർ പട്ടിക. ഒരുപക്ഷെ കണ്ണൂരിലെ പല ബൂത്തുകളിലും പഴയ കാലത്ത് എങ്ങനെയാണ് വോട്ട് ചെയ്തതെന്ന പുനർവായനകൾ ഈ സമയത്ത് നടത്തേണ്ടി വരും. ഇതിലൊക്കെ രസകരമായൊരു കാര്യം, വാരാണസിയിൽ പരാജയപ്പെട്ട SP സ്ഥാനാർത്ഥി അജയ് റോയ്, പുള്ളി കോൺഗ്രസ്സുകാരും SP-കാരും ഒക്കെ അവിടെ മോഡിക്കെതിരെ മത്സരിച്ച 1.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടാണ് ഒരു വിജയാഘോഷ യാത്ര നടത്തുകയാണ്. ഈ മോഡിക്കെതിരെ മത്സരിച്ച അജയ് റോയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ 45 ദിവസത്തിനകം ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാമായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെ തുറങ്കലിലടയ്ക്കുകയും അട്ടിമറിക്കുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അലഹബാദ് കോടതി അവിടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ് നാരായണൻ്റെ അപേക്ഷയെ തുടർന്ന് റദ്ദാക്കിയ ചരിത്രം ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റുപോയി വീട്ടിൽ പോയിരുന്ന അജയ് റായ്ക്ക് മാലയിട്ടതേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അജയ് റായിയെ ജയിച്ചത് ഇത് കോമാളിത്തരമാണ്. ഈ വെല്ലുവിളികൾ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകുന്നത്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഏതൊരു രേഖയും ഏതൊരു പൗരനും നെറ്റിൽ കയറിയ പരിശോധിക്കാവുന്നേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും വോട്ടർ പട്ടികയുടെ കോപ്പി കിട്ടുന്നതാണ്. അപ്പോഴും ഡിജിറ്റലായി കോപ്പി കിട്ടിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി. ഡിജിറ്റലായി കോപ്പി കിട്ടാത്ത 2018 ഒരു കേസിൻ്റെ ഫലമായിട്ടാണ്, സുപ്രീം കോടതി വിധിയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ വോട്ട് സംരക്ഷണ റാലിയൊക്കെ നടത്താൻ രാഹുൽ പോവുകയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പോകുന്ന വഴിക്ക് വിവാദങ്ങളിൽ ഇടപെടുക, ആ വിവാദങ്ങളങ്ങ് പറയുക, പിന്നെ അദ്ദേഹം പറഞ്ഞ വിവാദം എതിലെ പോയെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇത് ഇന്ത്യൻ ജനാധിപത്യമാണ്. ഇന്ത്യൻ ജനാധിപത്യം ഇവിടെ വോട്ടർ പട്ടിക ഉണ്ടാക്കിയതും ഈ ജനാധിപത്യത്തിലെ
ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കൊണ്ടുവന്നതൊന്നും നരേന്ദ്രമോദിയല്ല. ഇതൊക്കെ പരമ്പരാഗതമായി വിവിധ സർക്കാരുകളുടെ കാലത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിനെ ഈ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ തോക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വോട്ടിംഗ് മെഷീനെ തെറ്റു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമാണ്. ഇപ്പോൾ അത് പറഞ്ഞ ആളുകൾ കളിയാക്കും. അങ്ങനെയാണെങ്കിൽ വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ MP ആയിരിക്കുന്ന സഹോദരി പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ ജയിച്ച മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാരെയും ഒക്കെ ഓരോ ബൂത്തിലെയും ഓരോ സ്ഥലത്തെയും വോട്ടർ ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാകും. ഞങ്ങൾ 6 മണ്ഡലത്തിൽ ലീഡ് ചെയ്ത് 7ാമത്തെ മണ്ഡലത്തിൽ ഞങ്ങൾ തോറ്റുപോയി എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു മണ്ഡലത്തിൽ 6 മണ്ഡലത്തിൽ ലീഡ് ചെയ്ത് അവസാന മണ്ഡലത്തിൽ അവസാന ലാപ്പിൽ BJP സ്ഥാനാർത്ഥിയും തോറ്റുപോയ ചരിത്രമുണ്ട്. ഇതൊന്നും ആദ്യമല്ല. നമ്മളെ സംബന്ധിച്ച് രാജ്യമാണ് വലുത്, രാഷ്ട്രീയം രണ്ടാമതാണ്. അത് പ്രതിപക്ഷ നേതാവ് ഇനിയെങ്കിലും തിരിച്ചറിയണം.